Okay, now we are going to look how the information retrieval is done. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപാട് ഡേറ്റാബേസസ് ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണം. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റിട്രൈവൽ ചെയ്തെടുക്കും? നോർമലി നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കും. അതേപോലെ തന്നെ നമുക്ക് ഡേറ്റാബേസിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. ആ ടൂൾസിൽ നിന്നാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ എടുക്കുക. അതിനെപ്പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമ്മൾ എങ്ങനെയാണ് സാധാരണ ഗൂഗിളിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ എടുക്കുക? നമ്മളത് സെർച്ച് ചെയ്ത് നോക്കും. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ബുക്കിൻ്റെ പേരാണെന്ന് വെച്ചോ. നമ്മൾ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യും? ഒന്നുകിൽ നമുക്ക് ആ ബുക്കിൻ്റെ നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കതിൻ്റെ ഓതറിനെ വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു നമ്പർ കാണൂല്ലേ, ആ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ബയോളജിക്കൽ ഡേറ്റാബേസിനെയും നമുക്ക് പല കാര്യങ്ങൾ വെച്ചിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഏത് ഓർഗാനിസത്തിൻ്റെ ഡേറ്റയാണോ അല്ലെങ്കിൽ ഏത് ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിയോടൈഡ് ആണോ വേണ്ടത് അതിൻ്റെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യാം. ഓർഗാനിസത്തിൻ്റെ നെയിം വെച്ച് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ആരാണോ ഈ ഡേറ്റ ഇട്ടത് ആ ആളുടെ പേര് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഓതർ. അതല്ലെങ്കിൽ ഇതിനൊരു ആക്സഷൻ നമ്പർ കാണും, നമുക്കത് വെച്ചിട്ടും സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് പല ടൂൾസും ഉണ്ട് നമ്മുടെ ബയോളജിക്കൽ ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് എൻട്രീസ് എന്ന് പറയുന്നത്. ഈ എൻട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഗൂഗിൾ പോലെ തന്നെ ഈ NCBIയുടെ ഗൂഗിളാണ്. അപ്പോൾ ഈ NCBIയിലുള്ള ഡേറ്റാസൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എൻട്രീസ് എന്ന് പറയുന്ന ഒരു വിൻഡോയിൽ കൂടി നമുക്ക് എടുക്കാൻ പറ്റും. ഈ എൻട്രീസ് എന്ന് പറയുന്നത് ഏകദേശം 40-ലധികം ഡേറ്റാബേസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിൽ എന്തൊക്കെ ഡേറ്റാസ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ ന്യൂക്ലിയോടൈഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഡേറ്റാസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പബ്മെഡ് ഉണ്ട്, അതുപോലെ ജീനോം സ്ട്രക്ചർ, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇത് പല ഡേറ്റാബേസുമായിട്ടും ക്രോസ് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി യൂസേഴ്സിന് ഇത് എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂസേഴ്സിന് ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുകിൽ നമുക്ക് ആക്സഷൻ നമ്പർ കൊടുക്കാം. ഓരോ ഡേറ്റയ്ക്കും ഓരോ ആക്സഷൻ നമ്പർ കാണും, അത് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ നെയിമോ ജീൻ നെയിമോ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡേറ്റ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ പേര് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കീവേഡ്സ് യൂസ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഓതർ നെയിം വെച്ചും നമുക്കിത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബൂലിയൻ ലോജിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ബൂലിയൻ ലോജിക്ക് എന്ന് വെച്ചാൽ ആൻഡ്, ഓർ, ബട്ട് തുടങ്ങിയ വേർഡ്സ് ആണ്. ഇത് മാറി മാറി ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ റിസൾട്ട്സിനും മാറ്റം ഉണ്ടാവും. നമുക്കിപ്പോൾ 2 എണ്ണം ചേർത്തുള്ളതാണ് വേണ്ടെങ്കിൽ നമുക്ക് ആൻഡ് യൂസ് ചെയ്യാം. നമുക്ക് നോട്ട് കൊടുത്തിട്ടാണ്, അതായത് നോട്ട് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്ത് അതിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പല വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെർച്ചിങ് ഈസി ആക്കാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു സെർച്ചിങ് ടൂളാണ് SRS എന്ന് പറയുന്നത്, സീക്വൻസ് റിട്രൈവൽ സിസ്റ്റം. ഇത് ഡെവലപ്പ് ചെയ്തത് യൂറോപ്യൻ ബയോ ഇൻഫർമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ നേരത്തെ പഠിച്ച എൻട്രീസ് പോലെ തന്നെയാണ്. ഇത് മൾട്ടിപ്പിൾ ബയോളജിക്കൽ ഡേറ്റാബേസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇൻഫർമേഷൻസ് കിട്ടും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫ്ലാറ്റ് ഫയൽ ഡേറ്റാബേസിനെ സപ്പോർട്ട് ചെയ്യും. ഫ്ലാറ്റ് ഫയൽ ഡേറ്റാബേസ് എന്ന് വെച്ചാൽ വെറുതെ റാൻഡമായിട്ട് കിടക്കുന്ന കുറേ ന്യൂക്ലിയോടൈഡ്സ് കൊടുത്താലും ഇതിന് സെർച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതൊരു ഭയങ്കര ഇൻഡെക്സ്ഡ് സിസ്റ്റമാണ്, വെൽ അറേഞ്ച്ഡ് ആണ്, വെൽ സിസ്റ്റമാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് സെർച്ചിങ് ഈസി ആയിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ ഇത് കൂടുതൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഏത് ഡേറ്റാബേസ് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 40-ലധികം ഡേറ്റാബേസുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കണക്റ്റഡ് ആണ്. പക്ഷേ SRS 80-ലധികം ഡേറ്റാബേസുമായിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെ ഇറ്റ് ഇൻക്ലൂഡ്സ് DNA ആൻഡ് പ്രോട്ടീൻ സീക്വൻസ്, മെറ്റാബോളിക് പാത്വേസ്, പ്രോട്ടീൻ സ്ട്രക്ചർ, ബ്ലാസ്റ്റ് റിസൾട്ട്സ്, മ്യൂട്ടേഷൻ ഡേറ്റ, ജീനോം മാപ്പ്, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ കിട്ടും. ഇതിലെങ്ങനെയൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ നമുക്ക് ആക്സഷൻ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ജീൻ്റെയോ പ്രോട്ടീൻ്റെ പേര് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഓതറിൻ്റെ നെയിം ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം, ഓർഗാനിസത്തിൻ്റെ നെയിം ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. ഇതും ബൂലിയൻ ലോജിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം, സീ യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടു.